മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരി അദ്വൈതയ്ക്ക് ചികിത്സാ സഹായവുമായി MA യൂസഫ് അലി. കരയുമ്പോൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന രോഗമാണ് അദ്വൈതയ്ക്ക്. നിങ്ങൾ വാർത്തകളിൽ കണ്ടതാണ് മാതൃഭൂമി ന്യൂസ് അക്കാര്യം പുറത്തുവിട്ടത്. മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ഇടപെടൽ. അമൽ തേനമ്പറമ്പിൽ ചേർന്നു വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഒരു വലിയ ഗുഡ് മോർണിംഗ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അമൽ. കാരണം നമുക്കൊക്കെ സംതൃപ്തി ഉണ്ടാകുന്നതാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളിനും ഏറെ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ്, എങ്ങനെയായിരുന്നു ആ ഇടപെടൽ, ആ സ്നേഹകരം നീണ്ടു വന്നത്, എങ്ങനെ വിശദവിവരങ്ങൾ പങ്കുവയ്ക്കൂ അമൽ? മോത്തി, യൂസഫ് അലിക്ക് ആദ്യം നന്ദി. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് വേണ്ട ചികിത്സാ സഹായത്തിന് ആവശ്യമായ തുക അവരുടെ അടക്കമാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. ആ അക്കൗണ്ടിലേക്ക് ഒരുപാട് ആളുകൾ പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ കുട്ടിയെ ചികിത്സിക്കാൻ ആവശ്യമായ പണം ഇതോടുകൂടി ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ കുട്ടിയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ വാർത്ത അന്വേഷിച്ച് അവിടേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച, ഞാൻ ഈ കുട്ടിയുടെ പടം, ഒരു ചിത്രം ആദ്യം കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വീടിനകത്തേക്ക് കയറി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അതിനാൽ ക്യാമറമാനോട് മാത്രം അകത്തേക്ക് കയറി പോകാൻ കഴിഞ്ഞു. ഞാൻ വീടിന് പുറത്ത് നിന്നു. കാരണം എനിക്കും ആ പ്രായത്തിലുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ എനിക്കത് കാണാനുള്ളൊരു അത്രയ്ക്കുള്ള മനക്കെട്ടിയൊന്നുമില്ല. അപ്പോൾ അകത്ത് കയറി ക്യാമറമാൻ ഈ ദൃശ്യം ചിത്രീകരിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ഈ കുട്ടിയുമായി കുട്ടിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഒരൊറ്റ തവണ മാത്രമേ നോക്കിയുള്ളൂ. ഒരു വട്ടം കൂടി നോക്കാനുള്ളൊരു സാധാരണക്കാരൻ അങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല. സാധാരണ ഈ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ കാണുന്നത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ് എങ്കിൽ ഇത് പക്ഷേ നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരാൾ നമുക്ക് ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. കുഞ്ഞിന്റെ പിതാവ് സായി കൃഷ്ണ ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുകയാണ്. സായി കൃഷ്ണ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ മാതൃഭൂമി ന്യൂസിന്റെ ഫ്ലോറിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത്. സായി കൃഷ്ണയുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്നറിയാം. ആ ആശ്വാസത്തിലേക്കുള്ള വഴി വന്നത് ഒന്ന് പങ്കുവയ്ക്കൂ, ആ വിവരങ്ങൾ. ഹലോ, പറയൂ, കേൾക്കാം. സന്തോഷം, പറയൂ. മാഡം, ഇപ്പൊ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമൽചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മാതൃഭൂമിന്ന്. പറഞ്ഞോളൂ, കേൾക്കാം. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ യൂസഫ് അലി സാറ് ഇതേപോലെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫോണിൽ വിളിച്ച് കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പൊ മാഡം വിളിക്കുന്നത്. വളരെ സന്തോഷം. അതെ, സന്തോഷവും ആശ്വാസവും. എന്താണ് കുഞ്ഞിന്റെ അമ്മയ്ക്കും പറയാനുള്ളത്? രണ്ടാളുടെയും മനസ്സ് പങ്കുവയ്ക്കൂ ഞങ്ങളോട്, എല്ലാവരും കേൾക്കട്ടെ ആ ആശ്വാസം. ഒരു മിനിറ്റ് മാഡം. ഹലോ, പറയൂ. ആ ആശ്വാസം, സന്തോഷവും ചെറുതല്ലെന്നറിയാം. അതിന് ചെറിയ തോതിൽ ഒരു ഇടപെടൽ നടത്താൻ മാതൃഭൂമി ന്യൂസിന് കഴിഞ്ഞതിലും ഒരുപാട് ആശ്വാസമുണ്ട്. പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. എന്താ പറയാന്ന് അറിഞ്ഞൂടോ. മനസ്സിലായി. മനസ്സ് പല സമയത്തും അങ്ങനെയാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ പലപ്പോഴും വന്ന് നിറയാറുണ്ട്. അറിയാം, പൂർണ്ണമായും മനസ്സിലാവുന്നു. രണ്ടാളുടെയും സന്തോഷവും ആശ്വാസവും മനസ്സിലാവുന്നു. ഇനി അങ്ങോട്ട് നല്ല ദിനങ്ങളാണെന്ന് തന്നെ കരുതൂ. സഹായഹസ്തവുമായി MA യൂസഫ് അലി എന്ന വലിയ മനുഷ്യന്റെ സ്നേഹകരങ്ങൾ നീണ്ടു വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വാർത്ത അമൽ തേനമ്പറമ്പിൽ ചെയ്തതും. അമലും വലിയ സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒത്തുചേരുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സ് കൂടെ ഉണ്ടെന്ന് കരുതിക്കോളൂ. അക്കൗണ്ടിലേക്ക് ഒരുപാട് പേര് സഹായവുമായി എത്തിയിട്ടുണ്ടാവണം. അതിനൊപ്പമാണ് MA യൂസഫ് അലി എന്ന വലിയ മനുഷ്യന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ഏറെ സന്തോഷം. രണ്ടാൾക്കും തുടർന്നുള്ള ജീവിതം അതിമനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യം പൂർവാധികം ഭംഗിയായി വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. ചികിത്സയുമായി മുന്നോട്ട് പോകൂ, സധൈര്യം മുന്നോട്ട് പോകൂ. കേരളം ഒരുമിച്ചുണ്ട്. മലയാളി പൊളിയാണ്. അമൽ തുടരുന്നുണ്ട്. അമൽ, മാതാപിതാക്കളാണ് സംസാരിച്ചത്. പക്ഷെ അവരധികം സംസാരിച്ചില്ല. നമുക്കതിൽ നിന്ന് മനസ്സിലാവും. മനസ്സ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നാണ് അമ്മയും പറഞ്ഞത്. പറയൂ അമൽ. ഞാൻ അവിടെ പോയി ആ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിച്ചതാണ്. അങ്ങേയറ്റം സാധാരണക്കാരായ ഒരു കുടുംബമാണ്. കൂലിപ്പണിക്ക് പോകുന്ന ഒരച്ഛൻ, അതോടൊപ്പം തന്നെ മറ്റ് വീട്ടിൽ ഈ കുട്ടിയുടെ കാര്യമുള്ളത് കൊണ്ട് മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരമ്മ. 2 കുട്ടികളായിരുന്നു. അതിൽ ഒരു കുട്ടി മരിച്ചിട്ട് ഇന്നിപ്പോൾ 13 ദിവസമാകുന്നു. ഈ 2 കുട്ടികളും ഇരട്ടക്കുട്ടികളായിരുന്നു. ആ ഇരട്ടക്കുട്ടികളിൽ ഒരാളെ അവർക്ക് നഷ്ടപ്പെട്ടു. ആ മരണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഘാതത്തിൽ നിന്നും അവർ കരകയറി വരുന്നതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ കുട്ടിക്കും സമാനമായി
തന്നെയുള്ള പ്രശ്നമുണ്ടാകുന്നത്. ഈ കരയുമ്പോൾ ഒരു കുട്ടികളല്ലേ കരയില്ലേ, അപ്പോൾ കരയുമ്പോൾ കണ്ണുനീരുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണുനീരിനൊപ്പം ഈ കണ്ണുകൂടി പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. ഈ കണ്ണിൽ വെള്ളമുണ്ടാകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ചാടാനുള്ള ഒരു സാധ്യത കൂടി കൂടും. അപ്പോൾ അങ്ങനെ കണ്ണ് മുഴുവനായും പുറത്തേക്ക് ചാടുകയാണ്. അപ്പോൾ ആ അമ്മയും അച്ഛനും ചെയ്തത് ഡോക്ടർമാരുടെ ഉപദേശത്തോടു കൂടി ചെയ്തതാണ്, കണ്ണ് പുറത്തേക്ക് പോകാതിരിക്കാനായി 2 പ്ലാസ്റ്റർ എടുത്ത് ഇങ്ങനെ കണ്ണിന് മുന്നിൽ ബാൻഡേജ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ണിന് കുറുകെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കത് ആലോചിക്കാൻ പോലും പറ്റുമോ? അങ്ങനെ ആണ് ആ കുട്ടി ഇപ്പോൾ കഴിയുന്നത്. കുട്ടിയെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നേരെ കിടത്താൻ കഴിയില്ല, ചെരിച്ചേ കിടത്താൻ കഴിയും, അല്ല എങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഒന്ന് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പക്ഷേ ചികിത്സിച്ചാൽ കൃത്യമായ ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചികിത്സയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ അവിടെ അടയ്ക്കേണ്ട തുക അടയ്ക്കാനുള്ള തുക ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കൾ ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ യൂസഫ് അലിയുടെ കൂടി സഹായം ലഭിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അവർക്ക് ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഒപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യൂസഫ് അലിക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കാരണം ഇത്ര വലിയൊരു തുക അവർക്ക് നൽകാൻ തയ്യാറായി. ഒരാളുടെ വിഷമം കാണുമ്പോൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ യൂസഫ് അലിയുടെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഇത്തവണയും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു. ഈ കുഞ്ഞിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എത്രയും വേഗം ചികിത്സ വേണം എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കൾക്ക് ഏതായാലും ഇനി അതിന് ബുദ്ധിമുട്ടില്ലല്ലോ അമൽ. ഏതായാലും ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒരുപാട് നന്ദി. മാധ്യമപ്രവർത്തനത്തിലെ ഒരു സംതൃപ്തിയുടെ അവസരം കൂടിയാണ് ഇത് അമലിന്. എല്ലാ മനുഷ്യർക്കും ഒപ്പം നിന്നവർക്ക് MA യൂസഫ് അലിക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ, ചികിത്സ എത്രയും വേഗത്തിലാവട്ടെ. അമലിന് നല്ല ദിവസം ആശംസിക്കുന്നു.